ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ. ഇന്ന് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്നൊരു സൽക്കാര വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ മന്തിൻ്റെ റെസിപ്പീസ് കാണിക്കുന്നുണ്ട്. പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 ഐസ്ക്രീംസിൻ്റെ റെസിപ്പീസ് കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കും. ആദ്യം തന്നെ ഐസ്ക്രീം റെഡിയാക്കാനായിട്ട് 2 കപ്പ് ക്രീമിലേക്ക് 1 ടിന്ന് കണ്ടൻസ് മിൽക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഞാൻ ഐസ്ക്രീമിൻ്റെ റെസിപ്പീസ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ കയറി കണ്ട് നോക്കുക. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ലിങ്ക് കമൻറ്റ് പിൻ ചെയ്തിട്ടോ ചെയ്യുക. ഇപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സിൻ്റെ ജാറിൽ ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഒരു ചെറിയൊരു ബൗളിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി ഞാൻ ഇതുപോലെ മാംഗോൻ്റെ എന്താ പറയുക ക്രഷ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നേരത്തെ മാംഗോൻ്റെ ക്രഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ഇതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ ഐസ്ക്രീമിൻ്റെ റെസിപ്പീസിൽ മാംഗോൻ്റെ ഐസ്ക്രീമാണ് കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഐസ്ക്രീമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഈ മാംഗോ സീസൺ കഴിയുമ്പോഴത്തേനും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ ഇതിങ്ങനെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഇനി ഇത് ഞാനിപ്പോൾ രാത്രിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തലേന്ന് രാത്രി സൽക്കാരത്തിൻ്റെ ദിവസമാണ് ഞാനിത് ചെയ്യുന്നത് രാത്രിയിൽ. ഇനി നമുക്ക് ഇതുപോലെ ബ്ലൂബെറീൻ്റെ ക്രഷാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഇവിടെ മാംഗോൻ്റെ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ചെറിയൊരു ബൗളിലേക്ക് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ മിക്സ്, അതിലേക്ക് നമുക്ക് കുറച്ച് ക്രഷ് ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു അരക്കപ്പ് 1/4 കപ്പ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ബ്ലൂബെറീൻ്റെ. അപ്പോൾ അതിലേക്ക് ക്രഷും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാത്തിൻ്റെ ക്രഷും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. എല്ലാം ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ മേടിക്കാൻ കിട്ടും. കേക്ക് ഷോപ്പിലും എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ മേടിച്ചാലും മതി. ഇപ്പോൾ മാംഗോനെ നമുക്കിപ്പോൾ ഇതുപോലെ വേവിച്ച് നമ്മളിതുപോലെ ഷുഗറൊക്കെ ഇട്ട് മെൽറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ മാംഗോൻ്റെ ക്രഷ് ഉണ്ടാക്കിയത്. അങ്ങനെ ഉണ്ടാക്കണക്കാട്ടി നല്ലത് ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് മേടിക്കുകയാണെങ്കിൽ അങ്ങനെ മേടിച്ചാലും മതി കേട്ടോ. പിന്നെ ഇതിൽ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ കളറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ആക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ക്ലിംഗ് റാപ്പൊക്കെ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഒന്ന് ലിഡ് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഫ്രീസറിൽ ഓവർനൈറ്റ് ഞാൻ സെറ്റാകാൻ വേണ്ടി വെക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിവിടെ മന്തി ഉണ്ടാക്കാനായിട്ട് സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. ഗോൾഡൻ സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 2 kg വെയിറ്റ് വരുന്ന റൈസാണ് ഉണ്ടാക്കുന്നത്. 2 kgയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ 2 കിലോ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് 1 മണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അത് സോക്കാകുമ്പോഴത്തേനും നമുക്ക് ഇനി ചിക്കനെ ഒന്ന് സെറ്റാകാൻ വേണ്ടി വെക്കണം. അപ്പോൾ അതിന് വേണ്ടി 2 ക്യാപ്സിക്കം 1 സവാളയും ചെറുതാക്കി കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. അപ്പോഴത്തേനും നമ്മുടെ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. അവർക്കുള്ള മാംഗോ ജ്യൂസ് കാര്യങ്ങളൊക്കെ അടിച്ചെടുത്ത് മന്തി റെഡിയാക്കാനായിട്ട് മാഗി ക്യൂബ് 2 എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ മാഗി ക്യൂബ് ഇതിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഈ മാഗി ക്യൂബിൽ ചിക്കൻ സ്റ്റോക്കാണ് കേട്ടോ അത്. ഇതിൽ നമുക്ക് ഓൾറെഡി ഇതിൽ കുറച്ച് ഉപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്തായാലും ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 ഇതുപോലെ 2 പോട്ടിലായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഒക്കെ പകുതി ആക്കിയിട്ടാണ് എടുക്കുന്നത്. അതിനാണ് കേട്ടോ. ഇതവിടെ ഞാൻ സവാളയും അതുപോലെ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് മന്തി മസാലയാണ് വേണ്ടത്. പിന്നെ ഓൾ സ്പൈസസ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് നിറച്ചും മന്തി മസാലയും കുരുമുളക് പൊടി, എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി, ഉപ്പ്, പിന്നെ ഒരു ഉണക്ക നാരങ്ങല്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തത്, ഒന്ന് ചതച്ചത്
അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. കൈവച്ച് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഞാൻ 2 ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പോട്ടിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കാണ്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. കുക്കറിലും മന്തിയൊക്കെ ഉണ്ടാക്കാറുണ്ട് പെർഫെക്റ്റ് ആയിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ചിക്കനെ ഒന്ന് ഇതുപോലെ ഒന്ന് ഫോർക്ക് വെച്ചിട്ടോ ഇല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കത്തി വെച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കണം. നേരത്തെ വരഞ്ഞു കൊടുത്ത് വെച്ചാൽ അത്രയും നല്ലത്. ചിക്കനത്തെ വെള്ളം മൊത്തത്തിൽ പോയതിന് ശേഷം വേണം കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ചിക്കനത്തെ വെള്ളം പോയതിന് ശേഷം ഇതുപോലെ ചിക്കന് മസാലയും കാര്യങ്ങളൊക്കെ തേച്ചിട്ട് നമുക്കിതുപോലെ ഒരു മണിക്കൂർ മാക്സിമം 1 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാലയൊക്കെ ചിക്കനിലോട്ട് നല്ലതുപോലെ പിടിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറുതായിട്ട് ഫുഡ് കളർ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. വീഡിയോയ്ക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചു കൊടുത്ത ഓയിലെല്ലാം പെർഫെക്റ്റായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബാക്കിയായിട്ട് വരികയോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം കറക്റ്റായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതുപോലെ 2 പോട്ടിലായിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ റെഡിയാക്കുന്നത്. 2 അടുപ്പിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഞാൻ ചിക്കനൊക്കെ നല്ലപോലെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേന് അരിയും സോക്കായി കിട്ടും. അങ്ങനെ ഇതവിടെ ഞാനിതാ ചിക്കനൊന്ന് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിക്കണം. ഒരു ഭാഗം 5 മിനിറ്റും തിരിച്ചിട്ട് 5 മിനിറ്റ്, അങ്ങനെ മൊത്തത്തിൽ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിച്ചതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് ഓയിൽ എടുത്ത് മാറ്റിയിട്ട് വേണം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചിക്കനെ വേവിച്ചെടുക്കാൻ കേട്ടോ. തിരിച്ചും മറിച്ചിട്ടിട്ട് അപ്പോഴത്തേനും മയോണൈസിനുള്ള കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ല കളറാകുന്നത് വരെ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അത് കരിഞ്ഞു പോകുമോ ഒന്നും ചെയ്യില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഒരു ചെറിയ കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ മാറാനും ഒക്കത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ എണ്ണയൊക്കെ മാറ്റിയെടുക്കുമ്പോൾ നമുക്ക് ഇത് മസാലയും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ചിക്കനിലോട്ട് പിടിക്കുകയും ചെയ്യും. നല്ല അടിപൊളി തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. പെർഫെക്റ്റായിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിക്കുന്ന അതേ രീതിക്കുള്ള മന്തിയാണ് കേട്ടോ നമ്മൾ റെഡിയാക്കണ അതേ ടേസ്റ്റാണ് നമുക്ക് വീട്ടിൽ റെഡിയാക്കിയാലും കിട്ടുക. അങ്ങനെ ഇതവിടെ ഞാൻ എല്ലാം ഒന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോഴത്തേനും ഇവിടെ റൈസ് ഒന്ന് വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓൾ സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ നേരത്തെ കുറച്ച് ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കനിന്. അപ്പോൾ അതിൻ്റെ ഓയിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു നാരങ്ങേൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കണം. അപ്പോഴത്തേനും ഇവിടെ മയോണൈസ് ഞാൻ റെഡിയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം നല്ലതുപോലെ വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഓൾറെഡി ചിക്കൻ മന്തിൻ്റെ റെസിപ്പീസ് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുകയാണ്. അങ്ങനെ ഇതവിടെ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ചിക്കനൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കാം കേട്ടോ മന്തിക്ക് വേണ്ടിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത തക്കാളിയും 2 അല്ലി വെളുത്തുള്ളി, പച്ചമുളക് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്, കുറച്ച് വിനീഗർ, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. നല്ലതുപോലെ പേസ്റ്റായി അരയേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടും കേട്ടോ. വിനീഗറിന് പകരമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ മയോണൈസും അതുപോലെ തക്കാളി ചട്നിയും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേനും ചിക്കനൊക്കെ വെന്ത് വന്ന് ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതവിടെ റൈസും ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അരിയൊക്കെ നല്ലതുപോലെ വളഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ വെന്തിട്ട്. അപ്പോൾ ഇങ്ങനെ വളഞ്ഞ് വരുന്ന ടൈമിൽ നമുക്ക് കോരി മാറ്റാം കേട്ടോ. അങ്ങനെ ഇവിടെ റൈസൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇതവിടെ ഇങ്ങനെ കുറച്ച് ഓയിലും ഗ്രേവിയൊക്കെ ആയിട്ടുള്ള ചിക്കൻ്റെ ആ മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് ലെയറായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഞാൻ 2 ലെയറിലാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് കുറച്ച് റൈസ് പകുതി റൈസ് അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി ചിക്കനും മസാലയും എല്ലാം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയറായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട്
ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ റൈസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ബാക്കിയുള്ള റൈസ് മൊത്തം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ 2-3 പച്ചമുളക് ഇതുപോലെ കുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കുറച്ച് ഓയിൽ കോരി മാറ്റിയിട്ടുണ്ടായിരുന്നില്ല, ആ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ഓയിൽ ബാക്കിയൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഓയിൽ എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ ബാക്കിയുള്ള ഓയിലും ആ മസാലയൊക്കെ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാർക്കോൾ കത്തിച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ അടച്ച് വെച്ച് ദമ്മിട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ദമ്മൊക്കെ പൊട്ടിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലുള്ള റൈസ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം. ചിക്കനും മാറ്റിയതിന് ശേഷം റൈസ് മൊത്തത്തിൽ മിക്സാക്കി കൊടുക്കണം കേട്ടോ വേണ്ടത്. അങ്ങനെ ഇതവിടെ അതെല്ലാം ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇവിടെ ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ ഐസ്ക്രീം ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ഐസ്ക്രീം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്, പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പീസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ ഞാൻ ഇവിടെ വീട്ടിൽ ചന്ദനക്കുട ആയിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് വീട്ടിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയും നാത്തൂന്മാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ചന്ദനക്കുടം കാണാൻ കേട്ടോ. അപ്പോൾ അന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസമായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാത്രി ആയപ്പോൾ ഞങ്ങളിതവിടെ ചന്ദനക്കുടം കാണാൻ വേണ്ടി റോട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിറയെ ആനകളും ആകെ മൊത്തം എന്താ പറയുക, നല്ല അടിപൊളി വൈബും കാര്യങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം അങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു പോകണം പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആനകളിനെയൊക്കെ കാണുമ്പോൾ നല്ല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് മുകളിലായിട്ടാണ് നിന്നിട്ടുള്ളത്. താഴത്ത് നിൽക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ ആനേനെ കാണുമ്പോൾ തന്നെ. അങ്ങനെ എന്താ പറയുക, കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് ചുറ്റിയിട്ട് കുട്ടികൾക്കുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് പള്ളീൻ്റെ അവിടെയൊക്കെ ഒന്ന് ചുറ്റി ഐസ്ക്രീമും കുറച്ച് സംഭവങ്ങളൊക്കെ കഴിക്കും പിടിക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഞങ്ങളിതാ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.